തിരുവനന്തപുരം വെള്ളറടയിൽ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ കുടുങ്ങി KSRTC ഡ്രൈവർ. രാവിലെ ഗ്രാമ്പൂ ഇട്ട വെള്ളം കുടിച്ചെന്നാണ് ഡ്രൈവർ സുനിയുടെ വിശദീകരണം. ഇതുവരെ ലഹരി ഉപയോഗിക്കാത്തയാളാണ് താനെന്ന് ഡ്രൈവർ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധിച്ചപ്പോഴും ഫലം നെഗറ്റീവാണ്. ഞാൻ വെള്ളം ഡിപ്പോയിൽ 7 മാസമായിട്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാനിന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓടാൻ കരുതി 5:20 സർവീസിനായി വന്നപ്പോൾ ബ്രീത്ത് അനുസരിച്ച് 10 കാണിച്ചു. അതിനാൽ എന്നെ ഡ്യൂട്ടിക്ക് അയക്കുന്നില്ല. ഞാൻ രാവിലെ വീട്ടിൽ ജലദോഷമായതുകൊണ്ട് ഗ്രാമ്പൂട്ട വെള്ളമിട്ട് കുടിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. എന്നിട്ട് ഈ ഇപ്പോഴത്തെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ 10 കാണിച്ച് എന്നാൽ ഡ്യൂട്ടിക്ക് അയക്കുന്നില്ല. വീണ്ടും പരിശോധിക്കാനാകില്ലെന്ന് ഡിപ്പോ അധികൃതർ അറിയിച്ചു. KSRTC ഡ്രൈവർക്ക് ഇന്ന് ജോലി ചെയ്യാനാകില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, ഈ പെർഫ്യൂം മുതൽ പല വസ്തുക്കളും അത് ഈ ബ്രത്ത് അനലൈസറിൽ അത് മദ്യപിച്ച രീതിയിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച രീതിയിൽ കാണിക്കുന്നുണ്ട് എന്ന് പല വാർത്തകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കേസിൽ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നു. വൈദ്യപരിശോധനയിലും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നിട്ടും ജോലി ചെയ്യാനാകില്ല എന്ന് പറയുമ്പോൾ ഇത്തരം രീതികളിലൊക്കെ ഒരു മാറ്റം വരേണ്ടതല്ലേ? ക്രിസ്റ്റീന, ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ചക്കപ്പഴം കഴിച്ചതിന് മദ്യപിച്ചു എന്ന ബ്രത്ത് അനലൈസർ പരിശോധനാ ഫലം നൽകിയതാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ്. ഈ ബ്രത്ത് അനലൈസർ പരിശോധന വലിയ തമാശയായി മാറുന്നു എന്ന് തന്നെയാണ്. ഈ ബ്രത്ത് അനലൈസറിൽ ഉൾപ്പെടെ വലിയ അഴിമതിയുണ്ട് എന്നൊക്കെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി മാറുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായി മാറുന്നു, പിന്നീട് നെഗറ്റീവായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ രാവിലെ 5:30 കൂടിയാണ് വെള്ളറട KSRTC ഡിപ്പോയിൽ മലയൻകീഴ് സ്വദേശിയായിട്ടുള്ള സുനി ജോലിക്കെത്തിയത്. അപ്പോഴേക്കും ബ്രത്ത് അനലൈസർ പരിശോധന നടത്തി. അതിൽ 10% കാണിച്ചു. ഈ പോലീസിന്റെ പരിശോധനയിലാണെങ്കിൽ അത് 30%വും KSRTC 1% കാണിച്ചാലും അത് ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തുമെന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ ഇന്നുവരെ താൻ മദ്യപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളല്ല എന്നുള്ളതാണ്. ജലദോഷമായതിനാൽ ഗ്രാമ്പു ഇട്ട വെള്ളം കുടിച്ചു എന്നുള്ളതാണ്. അതായിരിക്കാം എന്നുള്ളൊരു സംശയം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. തുടർന്ന് INTUC യൂണിയൻ പ്രവർത്തകരാണ് അവരോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ ബ്രത്ത് അനലൈസറിൽ പരിശോധന നടത്തിയപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഇത് നേരെ തിരിച്ചു വന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. KSRTC കൃത്യമായി തന്നെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ പരിശോധിച്ചാൽ രണ്ടാമത് അയാളെ പരിശോധിക്കേണ്ടുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് മുകളിൽ നിന്നുള്ള സർക്കുലർ. അതുകൊണ്ട് തന്നെ വീണ്ടും പരിശോധിക്കുവാൻ വേണ്ടി തയ്യാറായില്ല. അതിനാൽ വലിയ പ്രതിഷേധം. ഇദ്ദേഹത്തിന്റെ ജോലി ഇപ്പോൾ പോയിരിക്കുന്ന ഒരു സാഹചര്യം, ഇന്നൊരു ദിവസത്തേക്ക് ജോലിയിൽ കയറാൻ പറ്റിയിട്ടില്ല. ആ സർവീസും മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KSRTC വെള്ളറട ഡിപ്പോയിൽ സുനിയും അതുപോലെ തന്നെ ഒപ്പമുള്ള INTUC യൂണിയൻ പ്രവർത്തകരും പ്രതിഷേധിക്കുകയാണ്. ഈ ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് എതിരെ വലിയ പ്രതിഷേധം ഓരോ ഡിപ്പോകളിലും കഴിഞ്ഞ കുറച്ച് നാളായി ഉയർന്നു വരുന്നതാണ്. എന്നിട്ട് പോലും ഇതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടി ഇതുവരെയും KSRTCയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു റിനു ശ്രീധർ.